നമസ്കാരം. പട്ടിണി കിടന്ന് ചാകാനാണ് എങ്കിൽ ഈ സെക്രട്ടേറിയറ്റ് പടിക്കൽ കിടന്ന് ചാകട്ടെ എന്ന നിലപാടിലാണ് ആശാപ്രവർത്തകർ. അത്രയേറെ കെഞ്ചി സഹിച്ചു. ഇനി എന്ത് വന്നാലും സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല. തൊഴിലാളി സർക്കാർ ഏറ്റവും കൂടുതൽ ദ്രോഹം ചെയ്ത തൊഴിലാളികളോടെന്ന് പറഞ്ഞാൽ തെറ്റെന്ന് പറയാൻ പറ്റും? തീർച്ചയായിട്ടും തെറ്റല്ല. അതിന്റെ തെളിവല്ലേ, ദൃക്സാക്ഷികളല്ലേ ഞങ്ങൾ അതിന്റെ തെളിവ്, ജീവിച്ചിരിക്കുന്ന തെളിവുകളാണ്. തൊഴിലാളി സംഘടന എന്ന് വന്ന് തൊഴിലാളി നേതാവെന്ന് പറഞ്ഞ് കയറിയിട്ട് ഞങ്ങൾ അത് അനുഭവിക്കുകയല്ലേ. അതിൽ കൂടുതൽ എന്ത് വേണം? എല്ലാം ശരിയാകും, അതാണല്ലോ മുദ്രാവാക്യം. എല്ലാം ശരിയാക്കിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളെയാണ് അവർ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്നതടക്കമുള്ള ആവശ്യങ്ങളുമായി ആശാപ്രവർത്തകർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന രാപ്പകൽ സമരം ഇന്ന് 41ാമത്തെ ദിവസമാണ്. 3ാം ഘട്ടമായി ആശാപ്രവർത്തകർ തുടങ്ങിയ അനിശ്ചിതകാല നിരാഹാര സമരം 3ാം ദിവസവും തുടരുന്നു. കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി MA ബിന്ദു, തങ്കമണി, ശോഭ എന്നിവരാണ് നിരാഹാരം ഇരിക്കുന്നത്. ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് ഷീജയെ ഇന്നലെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. ഫെബ്രുവരി 10 തുടങ്ങിയ സമരത്തിന്റെ 3ാം ഘട്ടമായിട്ടാണ് നിരാഹാര സമരം ആരംഭിച്ചത്. NHM ഡയറക്ടറുമായും മന്ത്രി വീണ ജോർജുമായും നടത്തിയ ചർച്ചകൾ ഫലം കാണാതെ വന്നതോടുകൂടിയാണ് ആശാപ്രവർത്തകർ സമരം ശക്തമാക്കിയത്. ആശാപ്രവർത്തകരുടെ പ്രശ്നത്തിൽ കേരളത്തിന് യാതൊന്നും ചെയ്യാനില്ല എന്ന നിലപാടിലാണ് സംസ്ഥാന സർക്കാർ. ഇക്കാര്യം AK ബാലനാണ് ചൂണ്ടിക്കാട്ടുന്നത്. സംസ്ഥാനം സമരത്തിനും സമരം നടത്തുന്നവർക്കും എതിരല്ല. ആശാപ്രവർത്തകരുടെ പ്രശ്നം പരിഹരിക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ് എന്നാണ് ബാലന്റെ നിലപാട്. കേന്ദ്രം നിശ്ചയിച്ചതിനേക്കാൾ കൂടുതൽ കേരളം നൽകുന്നുണ്ട് എന്നും AK ബാലൻ മാധ്യമങ്ങളോട് പറഞ്ഞു. UDF അധികാരത്തിൽ വന്നാൽ ആശാപ്രവർത്തകരുടെ പ്രശ്നം പരിഹരിക്കുമെന്ന് കുഞ്ഞാലിക്കുട്ടി പ്രസ്താവന നടത്തി. UDF അധികാരത്തിൽ വരാൻ പോകുന്നില്ല. LDF സർക്കാർ വീണ്ടും അധികാരത്തിൽ വരുമെന്ന് UDFന് ഉറപ്പാണ്. അതുകൊണ്ടാണ് UDF പിച്ചും പേയും പറയുന്നത് എന്നാണ് ബാലന്റെ നിലപാട്. LDF അധികാരത്തിൽ വരുമെന്ന് കോൺഗ്രസ് തന്നെ പറയുന്നു. അതുകൊണ്ടാണ് ഗ്രഹണി പിടിച്ച പോലെ ഓരോന്ന് വിളിച്ചു കൂവുന്നത്. കോൺഗ്രസ് അധികാരത്തിൽ വരില്ല എന്നുള്ളത് കൊണ്ടാണ് ശമ്പളം കൂട്ടി നൽകുമെന്നതടക്കമുള്ള വാഗ്ദാനങ്ങൾ അവർക്ക് നൽകാൻ സാധിക്കുന്നത് എന്നും ബാലൻ പറയുന്നുണ്ട്. അതിനിടെ സമരത്തിന് പിന്നിൽ മഴവിൽ സഖ്യമാണ് എന്ന് പറഞ്ഞ് പരിഹസിക്കുന്നുണ്ട് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും. ഗോവിന്ദന്റെ പ്രസ്താവനയ്ക്കെതിരെ ആശാപ്രവർത്തകർ ശക്തമായ പ്രതിഷേധത്തിലാണ്. ഇന്നലെയാണ് MV ഗോവിന്ദൻ വിഷയത്തിൽ പ്രസ്താവന നടത്തിയത്. ആശാപ്രവർത്തകരുടെ സമരത്തിന് പിന്നിൽ ഇടതുവിരുദ്ധ മഴവിൽ സഖ്യമാണ് എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. ആശാപ്രവർത്തകരെ ഉപയോഗിച്ച് SUCI-യും ജമാഅത്തെ ഇസ്ലാമിയും SDPI-യും കോൺഗ്രസും BJP-യും ലീഗും ഉൾപ്പെടെ ചേർന്ന് നടത്തുന്ന പ്രവർത്തനങ്ങളെ സംസ്ഥാന സർക്കാർ കാണുന്നുണ്ട്. ഇത് തുറന്നു കാണിക്കുമെന്നാണ് MV ഗോവിന്ദൻ ഇന്നലെ പറഞ്ഞത്. ആശാപ്രവർത്തകരുടെ സമരത്തെ വിമർശിച്ച് A വിജയരാഘവനും രംഗത്ത് എത്തിയിരുന്നു. ആശാപ്രവർത്തകരുടെ സമരം രാഷ്ട്രീയ സമരമാണ്. കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനെ ദുർബലപ്പെടുത്താൻ ഇടതുവിരുദ്ധർ നടത്തുന്ന സമരമാണിത് എന്നാണ് വിജയരാഘവൻ പറഞ്ഞത്. ജമാഅത്തെ ഇസ്ലാമി, കോൺഗ്രസ്, BJP തുടങ്ങിയ CPM വിരുദ്ധർ ചേർന്ന് കുറച്ചുപേരെ കൊണ്ടിരുത്തിയാൽ സമരം ആകില്ല എന്നും 90% ആശാപ്രവർത്തകരും സമരത്തിൽ പങ്കെടുക്കുന്നില്ല എന്നുമാണ് വിജയരാഘവൻ ഡൽഹിയിൽ പരിഹസിച്ചത്.